നമസ്കാരം. പാർട്ടി തീരുമാനിക്കും. 2026 തിരഞ്ഞെടുപ്പ് നയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയാണിത്. ഈ വാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതിക്ക് അനുസരിച്ചിട്ടുള്ളതാണെങ്കിലും കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനെ നമുക്ക് അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. കുടുംബവാഴ്ചയ്ക്കെതിരെ എന്നും ഘോരഘോരം പ്രസംഗിച്ചിരുന്ന CPM ഇന്ന് കേരളത്തിൽ ഒരു പുതിയ രാജവംശം സൃഷ്ടിക്കുന്നതിന്റെ തിരക്കിലാണ്. മുഖ്യമന്ത്രിയുടെ കസേര മരുമകന് കൈമാറാനുള്ള അണിയറ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് CPM-നെ കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഏതാണ് ഈ പാർട്ടി? ആരാണ് ഈ പാർട്ടി? പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ അവസാന വാക്ക് പിണറായി വിജയൻ തന്നെയാണെന്ന സൂചന അതിലില്ലേ? ഒരുപക്ഷെ ആ പാർട്ടി എന്നത് തൈക്കണ്ടി എന്ന കുടുംബത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 ടേം നിയമം കർശനമായി നടപ്പാക്കി CPM പല മുതിർന്ന നേതാക്കളെയും മാറ്റി നിർത്തി. എന്നാൽ ഈ നിയമം പിണറായി വിജയന് മാത്രം ബാധകമായില്ല. ഇത് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരത്തിന്റെ തെളിവാണ്. പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ആ തീരുമാനം തന്റേതായിരിക്കുമെന്ന് പറയാതെ പറയുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്. പാർട്ടി സെക്രട്ടറിക്ക് പോലും ഇന്ന് ശബ്ദമില്ല, ശബ്ദിക്കാനാകില്ല. ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് റിയാസ് എന്ന പേരിലേക്ക് നമ്മൾ എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ലേബലിൽ നിന്നും അതിവേഗം സംസ്ഥാനത്തെ ശക്തനായ മന്ത്രിയായി റിയാസ് മാറി. പൊതുമരാമത്ത്, ടൂറിസം പോലെയുള്ള സുപ്രധാന വകുപ്പുകൾ ഒരു തുടക്കക്കാരനായ MLA-ക്ക് നൽകിയത് എന്ത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്? പാർട്ടിയിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള എത്രയോ നേതാക്കൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ സ്ഥാനക്കയറ്റം. ഇത് യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമോ? മുഖ്യമന്ത്രിയുടെ അടുത്ത അവകാശിയായി റിയാസിനെ വാഴിക്കുന്നതിന്റെ സൂചനകൾ ഇപ്പോൾ തന്നെ വ്യക്തമാണ്. സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന പത്രസമ്മേളനത്തിലും പൊതുപരിപാടികളിലും റിയാസിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. നാളത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ, മരുമകൻ, ഇനി മകൾ, ഇങ്ങനെ തൈക്കണ്ടി കുടുംബത്തിന്റെ അധികാരം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് CPM-നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റും. ഈ കുടുംബവാഴ്ചയുടെ തണലിൽ സംസ്ഥാനത്ത് അഴിമതിയും കെടുകാര്യസ്ഥതയും വർദ്ധിച്ചു. സ്വർണ്ണക്കടത്ത് മുതൽ എക്സാലോജിക് കമ്പനിയുടെ മാസപ്പടി വിവാദം വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലായി. ഈ ആരോപണങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിയോ പാർട്ടിയോ മൗനം പാലിച്ചു. പകരം ആരോപണം ഉന്നയിച്ചവരെ വേട്ടയാടാനും വാർത്ത നൽകിയ മാധ്യമങ്ങളെ നിശബ്ദമാക്കാനുമാണ് ശ്രമിച്ചത്. കേരളം ഇന്ന് നേരിടുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയുമാണ്. സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നില്ല. എന്നാൽ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ കുറെ ഓൺലൈൻ സേവനങ്ങൾ തുടങ്ങിയത് കൊണ്ട് മാത്രം ഭരണം മെച്ചപ്പെടില്ല. പാർട്ടി തീരുമാനിക്കുമെന്ന വാക്കിൽ പിണറായി വിജയൻ ഒളിപ്പിച്ചത് വലിയൊരു രാഷ്ട്രീയ കാപട്യം തന്നെയാണ്. അത് താൻ തന്നെ എല്ലാം തീരുമാനിക്കും എന്നതിന്റെ സൂചനയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപജയത്തെയാണ് ഇന്ന് നേരിടുന്നത്. 2026 തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ജനാധിപത്യ ബോധം പരീക്ഷിക്കപ്പെടുന്ന ഒന്നായിരിക്കും. ചിന്തിക്കുക, പ്രതികരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.